മോഡുലാർ കിച്ചൺ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതേപോലെ സ്ലാബ് അടിച്ചിട്ട് ഗ്രാനൈറ്റ് ഇടാതിരിക്കാം. റൂം സ്ലാബ് ഒന്നും വാർക്കാതെ തന്നെ കിച്ചൺ ചെയ്തിട്ട് ബോക്സ് നമ്മൾ സെപ്പറേറ്റ് പണിഞ്ഞ് അതിന് പുറത്ത് ഗ്രാനൈറ്റ് ഇടുന്നതായിരിക്കും നല്ലത്. അത് പറയാനുള്ള പ്രധാന കാരണം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്, സ്ലാബ് വാർക്കുന്ന കട്ടിങ് ആണ്. ഇത്രയും ഏരിയ നമുക്ക് യൂസേജ് ഇല്ലാതെ പോവുകയാണ്. ഇത്രയും 4-4.5 ഇഞ്ചോളം ഏരിയ നമുക്ക് ഇപ്പൊ ഈ ഒരു 3 ടയറിന്റെ ഓയിൽ പുള്ളൗട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ടോപ്പ് വരുന്ന സ്പേസിൽ നമുക്ക് ടിന്നുകളോ കാര്യങ്ങളോ ഒന്നും വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. കാരണം ഇത്രയും സ്പേസ് നമുക്ക് യൂസേജ് ഇല്ലാതെ പോവുകയാണ്. അത് ഏത് അക്സസറീസ് വെച്ച് കഴിഞ്ഞാലും അതേ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മാക്സിമം മുകളിലേക്ക് ആക്കിയാണ് ഈ സ്റ്റാൻഡിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ മാക്സിമം ഇനിയും പൊക്കാൻ പറ്റില്ല. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഹൈറ്റുള്ള കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് തട്ടുന്ന ഒരു പ്രശ്നം വരും. ഇപ്പൊ താഴ്ഭാഗം ആണെങ്കിൽ തന്നെ ഈ ഭാഗത്ത് ബോട്ട ഏരിയന്ന് 5 ഇഞ്ചാണ് ഹൈറ്റ് വന്നിരിക്കുന്നത്. താഴ്ഭാഗത്ത് 5 ഇഞ്ച് ഹൈറ്റും മുകൾ ഭാഗത്ത് 4 ഇഞ്ച് ഹൈറ്റും പോയപ്പോൾ തന്നെ ഇതിന്റെ കബോർഡിന്റെ ഇന്നർ ഏരിയയിലെ ഉള്ളളവ് മാക്സിമം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ബാസ്ക്കറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് യൂസേജ് വരുന്ന ഭാഗങ്ങൾ അത്ര ഇന്നർ ഏരിയ കുറഞ്ഞു പോവുകയാണ്. ഈ ബോക്സ് അടിച്ച് അതിന്റെ പുറത്ത് ഗ്രാനൈറ്റ് ഇടണം എന്ന് എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്.